മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു ചീരയും ചക്കക്കുരും കോമ്പിനേഷൻ ഒരു തോരനാണ് ഉണ്ടാക്കണേ. ചീരയല്ല കേട്ടോ, മുരിങ്ങയില. ഇത്രയും മുരിങ്ങയില ഞാൻ അടർത്തിയെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചാണതാണ്. ചക്കക്കുരു ഞാൻ മുഴുവനോടെ തൊലി കളയാതെ തന്നെ മുഴുവനോടെ കുക്കറിലിട്ട് വേവിച്ചിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തേക്കണതാണ്. ഞാൻ ഇത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ കേട്ടോ. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ, അതിൻ്റെ അകത്തേക്ക് ഒരു സവോള ചെറുതായിട്ട് എരിഞ്ഞേക്കുന്നതാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. സവോള നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവോളയിലേക്ക് ഈ തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞേക്കണതാണ് കേട്ടോ. അത് ഞാൻ സവോളയിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വേപ്പില, ഇത്രയും വേപ്പില ഞാൻ ഒന്ന് അരിഞ്ഞെടുത്താണതാണ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി എല്ലാം ഒന്നും അങ്ങോട്ട് വാടട്ടെ. സവോള വാടിയിട്ടുണ്ട് കേട്ടോ. അധികം മുരിക്കേണ്ട ആവശ്യമില്ല. മുരിങ്ങയില എല്ലാത്തിനും നല്ല സാധനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൂട്ടിക്കോളും. കണ്ണിനും എല്ലിനൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് ഗുണങ്ങളുള്ള ഇലയാണ് മുരിങ്ങയില. അപ്പം അത് ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് തന്നെ വെക്കണേലും നല്ലത്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേരായാലും കഴിച്ചോളും. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മഞ്ഞളൊക്കെ എല്ലാം അടുത്താവട്ടെ. അതിനകത്തേക്ക് പൊടിയല്ല, ക്രഷ് ചെയ്ത മുളകാണ്, 1 സ്പൂണുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളകിൻ്റെയൊക്കെ ചുവയൊക്കെ ഒന്ന് അങ്ങോട്ട് മാറിക്കോട്ടെ. ചക്കക്കുരു നമ്മുടെ ഉള്ളിലുള്ള ചക്കയുണ്ട്. ചക്കയിലയാണല്ലോ, ചക്ക മുരിങ്ങയില നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതാണ്. എല്ലായിടത്തും ഇല്ലെങ്കിലും ഉള്ള വീടുകളിൽ നിന്ന് എടുക്കാം. പിന്നെ അതിനകത്തേക്ക് ഞാനൊരു കുറച്ച് തേങ്ങ ഇടണ്ട കേട്ടോ.
ഇത്രയും തേങ്ങ, ഒരു ചെറിയ ബൗള് തേങ്ങ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോകൾക്കൊക്കെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് കേട്ടോ അത് ഞങ്ങളുടെ പോലെയുള്ളവരുടെ വിജയം. ഇപ്പം തേങ്ങയും മിക്സായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. അത് നമ്മുടെ ഇതിനകത്തേക്കൂടെ മിക്സായിക്കോട്ടെ. ഇത് എളുപ്പമുള്ള കറിയാണ് കേട്ടോ. ഈ ചക്കക്കുരു കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ വേറെ ഇതിനകത്തേക്കൂടെ ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. മുരിങ്ങയിലയാണെങ്കിൽ വേഗം വെന്തോളും. മുരിങ്ങയിലയ്ക്കൊന്നും ഒരു ചെറിയ ഒന്ന് വാടേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാനത് ഇപ്പം തന്നെ മുരിങ്ങയില ഇട്ട് കൊടുക്കണം. മുരിങ്ങയില ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ്, അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. കൂമ്പ് മുരിങ്ങയിലയാണ് കേട്ടോ, പെട്ടെന്ന് വാടി കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. മുട്ടയും സവോളയും മുരിങ്ങയില പെട്ടെന്ന് ആയിക്കോളും. ചെറിയ വാട്ടം തട്ടേണ്ട ആവശ്യമുള്ളൂ. ഏറ്റവും ഗുണങ്ങളുള്ള സാധനമാണ് ചക്കക്കുരു. ഇതിൻ്റെ ചക്കക്കുരു ഞാൻ വേവിച്ചിട്ട് തൊലി മാത്രം കളഞ്ഞിട്ടോ. തൊലി മാത്രം കളഞ്ഞ് ചവറ് കളഞ്ഞിട്ടില്ല. ചവറ് ക്യാൻസറിനൊക്കെ നല്ലതാണെന്നല്ലേ പറയണേ. അപ്പം അത് ചവറ് കളഞ്ഞില്ല. അതിൻ്റെ ചുമന്ന ഭാഗം തൊലി മാത്രം പുഴുങ്ങിക്കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ തൊലി പൊളിച്ചളയാനായിട്ട്. പച്ചയ്ക്ക് നന്നാക്കണേലും എളുപ്പമാണ്. പുഴുങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലി പൊളിഞ്ഞു പോരും. ഏറ്റവും നല്ലത് ചക്കക്കുരു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുഴുവനെ കുക്കറിലിട്ട് പുഴുങ്ങിയിട്ട് തൊണ്ട് കളയുന്നതാണ്. ഞാൻ ചക്കക്കുരു ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചവിടെ ചക്കക്കുരു ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിക്കോട്ടെ. അടിപൊളിയാണ്. എല്ലാ മുട്ട, മുരിങ്ങയില, ചക്കക്കുരു ഇതൊക്കെ എല്ലാം വൈറ്റമിൻ, കാൽസ്യത്തിനും വൈറ്റമിനൊക്കെയുള്ള ഏറെ ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കാരണന്മാർ ഇതൊക്കെ ചെയ്ത് കൊടുത്താലാണ് പിള്ളേർക്ക് പല ഗുണങ്ങളുണ്ടാവുക. എല്ലാവർക്കും കാരണന്മാർക്കും നല്ലത്, പിള്ളേർക്കും നല്ലത്. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം എല്ലാം കൂടി മിക്സ് ആവണം കേട്ടോ. ഇല അവിടെ എവിടെയും കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം എന്താക്കുന്നതാണ്. മുട്ടയും വന്നിട്ടുണ്ട്, ചക്കക്കുരു വന്നിട്ടുണ്ട്, മുരിങ്ങയിലയും വാടിയിട്ടുണ്ട്. മുരിങ്ങയില അത്രയും
സാധനങ്ങളുണ്ട്. അപ്പോൾ ഒരു 5-6 ആൾക്കൊക്കെ കൂട്ടാനുള്ള കറിയുണ്ട് കേട്ടോ. മുരിങ്ങയില, ചക്കക്കുരു, മുട്ട എല്ലാം കൂടി മിക്സാക്കിയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ടാവും. ഹെൽത്തി ആയിട്ടുള്ള തോരൻ, വളരെ വളരെ ഹെൽത്തിയാണ്. നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനത് തീ ഓഫ് ചെയ്യണം. ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എനിക്ക് കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.